വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി വ്യാപകമായ നാശനഷ്ടങ്ങളുടെ വാർത്തകൾ വരികയാണ്. ഇതിനകം തന്നെ 5 പേർ മരിച്ചു എന്ന വാർത്ത നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഒരുപാട് സർക്കാർ സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും രക്ഷാദൗത്യ സേനയ്ക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം അവിടെ നിലനിൽക്കാൻ. മുണ്ടക്കയിലാണ് ഉരുൾപൊട്ടിയത്. ഇന്ന് വെളുപ്പിന് 1:30 മണിയോടെയാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പല കുടുംബങ്ങളും ഒറ്റപ്പെട്ടു, പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു, നദി ഗതിമാറി ഒഴുകി എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. ഇപ്പോൾ മരണം 6 എന്ന വാർത്ത വരികയാണ്. അങ്ങനെ സങ്കടകരമായ ഒരു പ്രഭാതത്തിലൂടെയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്നത്. വൻ ഉരുൾപൊട്ടലിൻ്റെ വാർത്ത വരുമ്പോൾ ഒരുപാട് ദുരന്ത ഭൂമിയായി വയനാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു, നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയി. പല ആളുകളെയും രക്ഷപ്പെടുത്താൻ ഇപ്പോഴും ദൗത്യസേനയ്ക്ക് കഴിയുന്നില്ല. പല ആളുകളും കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത. ഇന്ന് വായുസേനയുടെ 2 ഹെലികോപ്റ്റേഴ്സ് ഉള്ളൂരിൽ നിന്ന് രാവിലെ 7:30 മണിയോടെ തിരിക്കുമെന്ന് അറിയുന്നു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വെളുപ്പിന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിൽ കൺട്രോൾ റൂം തുറന്നു. ഉരുൾപൊട്ടൽ അടക്കമുള്ള വയനാട് ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം കൺട്രോൾ റൂം തുറന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാകാൻ ഈ നമ്പറിൽ വിളിക്കുക. 9656938689. ഒന്നുകൂടെ പറയാം, 9656938689. ഒരു നമ്പർ കൂടിയുണ്ട്, 8086010833. ഒന്നുകൂടെ 8086010823. ഈ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണിച്ചു തരാം. അതുപോലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ ടിക്കറിൽ നമ്മൾ കാണിച്ചു തരും. രക്ഷാപ്രവർത്തകർക്ക് പോലും ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുത്, സോഷ്യൽ മീഡിയ വഴി സ്ഥിരീകരിക്കാത്ത തെറ്റായ വാർത്തകൾ ആളുകൾ പ്രചരിപ്പിക്കരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അല്പം മുമ്പ് 24-ലൂടെ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കാഴ്ച കാണാൻ, ഈ ദുരന്ത സമയത്ത് കാഴ്ചകൾ കാണാനായി ആളുകൾ ഈ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യരുത് എന്നുകൂടി റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാലും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ എത്തിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മുടെ വാർത്താ സംഘം വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ദുരന്ത മണ്ണിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ നൽകാൻ അതിവിപുലമായ ഏർപ്പാടുകൾ തന്നെ നമ്മൾ 24 ചെയ്തു കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അപകട സമയത്ത്, ഈ സങ്കടകരമായ സാഹചര്യത്തിൽ 24 പ്രേക്ഷകർക്ക് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. പ്രക്ഷേപണം മാത്രമല്ല, ഞങ്ങൾ കൊണ്ട് സാധ്യമായ എല്ലാവിധമായ സഹായങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് ഒരുക്കുവാൻ വേണ്ടി നമ്മുടെ സിസ്റ്റം മുഴുവൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇന്ന് വെളുപ്പിനെ മുതൽ തന്നെ ഈ ഉരുൾപൊട്ടലിൽ 6 പേർ മരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ദുരിതത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. എന്നാൽ ആകാശത്തിലൂടെയും കരയിലൂടെയും വെള്ളത്തിലൂടെയും കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായി രംഗത്തുണ്ട്. അപകട സ്ഥലത്ത് കുടുങ്ങിയത് എത്ര ആളുകളാണെന്ന് പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. രക്ഷാദൗത്യ സേനയ്ക്ക് ഈ അപകട സ്ഥലത്തേക്ക് നേരിട്ടെത്താൻ കഴിയുന്നില്ല. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ആഷ്മി, ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 6 പേർ മരിച്ചു എന്നാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരം. മൊബൈലിൽ റേഞ്ച് കുറവ്, പല രീതിയിലും വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നില്ല, നദി ഗതിമാറി ഒഴുകി, അങ്ങനെ പലവിധമായ നമ്മളെ നടുക്കുന്ന വാർത്തകളാണ് വരുന്നത്. മാത്രമല്ല, ഈ ദുരന്തം നടന്ന ഈ പ്രദേശം ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ആ പ്രദേശങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ഇന്ന് ഒരു ഏതാണ്ട് കംപ്ലീറ്റ് ചോർന്നൊലിച്ച് തുടച്ചു മാറ്റപ്പെട്ട രീതിയിലാണ് ഈ പ്രദേശം കിടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഗതിമാറി ഒഴുകിയ പുഴയും 2 തവണ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളും നമ്മളെ അമ്പരപ്പിക്കുന്നു, നടുക്കുന്നു. എന്തൊക്കെയാണ് ആഷ്മി ലേറ്റസ്റ്റ് വിവരങ്ങൾ? അങ്ങേയറ്റം ഭയാനകമായ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ കാണുകയാണ്. SKN കേരളം ഒരിക്കൽ കൂടി ഒരു ദുരന്ത ഭൂമിയെ കാണുന്നു. ഇത് കവളപ്പാറയും പുത്തുമലയും കണ്ടതിനേക്കാൾ കൂടുതൽ ഭീകരമാണ് എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. SKN നമ്മൾ നേരത്തെ ഈ പുത്തുമലയിൽ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകിയ സഹദ് എന്ന് പറഞ്ഞ അവരുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. അപ്പോൾ സഹദ് പറയുന്നത് ഇത് പുത്തുമലയേക്കാൾ വലിയ വ്യാപ്തിയിലുള്ള ഉരുൾപൊട്ടലാണ്, ഈ മേഖലയിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. SKN മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് ഇപ്പോഴും ആളുകൾക്ക് പൂർണ്ണമായി എത്താൻ കഴിയാത്ത ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. ഈ അങ്ങോട്ടേക്ക് പോകുന്ന പാലം, ചൂരൽമലയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന പാലം പൂർണ്ണമായി തകർന്നതാണോ അത് മണ്ണ് മൂടിയതാണോ എന്ന് സംശയമുണ്ടെന്ന് റവന്യൂ മന്ത്രി പറയുമ്പോൾ പോലും ആ പാലം ഇപ്പോൾ കാണാമറയത്താണ്. ആ പാലം ഇല്ലാത്ത കാരണം അങ്ങോട്ടേക്ക് ആ പാലം ഈ മുണ്ടക്കൈ ബന്ധിപ്പിക്കുന്ന ഏക
എന്താണ് ഏക പാലം ഈ പാലമാണ്. ആ പാലം ഇപ്പോൾ ഇല്ല. അങ്ങോട്ടേക്ക് യാത്ര അസാധ്യമായിരിക്കുന്നു, ദുഷ്കരമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് എയർലിഫ്റ്റിംഗ് എന്ന പോസിബിലിറ്റി മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വ്യോമസേനയുടെ വിമാനങ്ങളടക്കം അങ്ങോട്ടേക്ക് വരുന്നത്. എസ്കേൻ അല്പസമയത്തിന് വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുളൂറിൽ നിന്ന് 7 തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു MI-17, ഒരു ALH, KSDMA എന്ന 2 ഹെലികോപ്റ്റർ 7 അങ്ങോട്ടേക്ക് തിരിക്കാൻ പോകുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി ഗൗരവത്തോടെ കാണേണ്ടതാണെന്ന് പറയുന്നുണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. സ്കെയിൻ എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഡിഫൻസ് NDRF സേനകൾ സജ്ജമാണ്. രാവിലെ തന്നെ 2 ടീമുകൾ, NDRFന്റെ 2 ടീമുകൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. സേനയുടെ സഹായം രാവിലെ തന്നെ TC MLA അങ്ങോട്ടേക്ക് എത്തി രാവിലെ തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും രാവിലെ തന്നെ സേനയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അതിനെ തുടർന്ന് നടപടികൾ പ്രൊസീജിയർ അങ്ങനെ പുരോഗമിക്കുകയും ചെയ്യുന്നു. എസ്കേന്റെ പ്രധാന പ്രശ്നം ആകാശമാർഗ്ഗമുള്ള യാത്രയ്ക്ക് അവിടെ ഇപ്പോഴും പെരുമഴ, അവിടെ ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ്. അപ്പോൾ ആകാശമാർഗ്ഗമുള്ള യാത്രയ്ക്ക് ഈ കനത്ത മഴ അവിടെ ഒരു തടസ്സമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വെള്ളാർമല സ്കൂള്, ചൂരൽമല പാലം, ഈ 2 സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായെന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ സുർജിത്ത് അയ്യപ്പത്ത് അവിടെ പോയി ഇന്ന് ഈ പറയുന്ന കൊടും മഴയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മേപ്പാടി പുത്തുമലയൊക്കെ നമ്മൾ കണ്ട സാഹചര്യത്തിൽ അങ്ങനെ ഉരുൾപൊട്ടൽ ഭീതിയിൽ തന്നെയാണ് ആ മേഖല എന്ന് സുർജിത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ വെള്ളാർമല സ്കൂൾ, അതിനുശേഷം ഈ വെള്ളാർമല സ്കൂൾ അടുത്തുനിന്നാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ വിഷ്വലും ഇന്നത്തെ കഴിഞ്ഞാൽ വെള്ളാർമല സ്കൂളിൻ്റെ ഒരു ബ്ലോക്ക് ഏതാണ്ട് പൂർണ്ണമായി തന്നെ വാഷ്ഡ് ഓഫ് എന്ന് തന്നെ പറയാം. അതിനുശേഷം അവരുടെ അടുത്ത ബ്ലോക്കിൻ്റെ ഏതാണ്ട് പകുതി വരെ ഈ ചെളിയും വെള്ളവും ഒക്കെ എത്തിയിരിക്കുന്നു. SKN വലിയ വ്യാപ്തിയിലുള്ള വലിയ ദുരന്ത വ്യാപ്തിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കം ഇക്കാര്യത്തിൽ. SKN ഇപ്പോൾ മരണം 6 പറയുമ്പോൾ അത് 7 എന്ന് ചില പ്രാദേശിക ലേഖകന്മാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതൊരു ഡെൻസ്ലി പോപ്പുലഡ് ഏരിയയാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖല അനൗദ്യോഗികം എന്നൊക്കെ അറിയാൻ കഴിയുന്നത് 10-400 കുടുംബങ്ങൾ താമസിക്കുന്ന ഡെൻസ്ലി പോപ്പുലഡ് ഏരിയ ആണ് എന്ന് പറയുന്നുണ്ട്. നേപ്പാൾ സ്വദേശികളടക്കമുള്ളവർ അവിടെയുണ്ട്. ഇപ്പോൾ മരണപ്പെട്ട 1 വയസ്സുള്ള ഒരു പിഞ്ചുഞ്ഞടക്കമുള്ളവരുണ്ട് എന്ന് പറയുന്നു. സ്കേൻ ഒരു വിദേശ പൗരനുണ്ടെന്ന് പറയുന്നു. കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിന് കാരണം ഇന്നലെ യഥാർത്ഥത്തിൽ നമ്മുടെ സുർജിത്ത് അയ്യപ്പത്തും വാർത്താ സംഘവും അവിടെ എത്തിയിരുന്നു. അവർ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടുത്തെ മഴക്കെടുതിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് 24ൻ്റെ വാർത്താ സംഘം അവിടെ എത്തിയത്. ഇന്നലെയായിരുന്നു ഈ സ്കൂളുമൊക്കെ നമ്മൾ പകർത്തി കാണിച്ചത്, ഇത് സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി പ്രേക്ഷകർ കാണുന്ന ഇതേ സ്ഥലത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പുഴ ഗതിമാറി ഒഴുകിയെന്ന് മാത്രമല്ല സ്കൂളിൻ്റെ നല്ല ഭാഗം വെള്ളത്തിൽ ഒലിച്ചുപോയി എന്ന വാർത്തയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടുങ്ങിപ്പോകുന്ന ചിത്രമാണിപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത്. ഹാഷ്മിക്ക് തുടരാം. ഉറപ്പായും SK നമുക്ക് ഈ വിഷ്വൽ കണ്ടാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. ഇന്നലെ ഈ പുഴ, ഈ ചുരൽമഴ പുഴ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വെള്ളം കുത്തിയൊലിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഈ സ്കൂളിൽ നേരത്തെ SKN ഈ വെള്ളാർമല സ്കൂൾ സ്വാഭാവികമായും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇത് ഭാഗ്യത്തിന് ഈ സ്കൂൾ ഈ പ്രശ്നങ്ങൾ പരിഗണിച്ച് ഈ സ്കൂളിൽ ആളുകൾ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ സ്കൂളിലെ ഒരു അധ്യാപിക പറഞ്ഞു കേട്ടു, SKN 2 വിദ്യാർത്ഥികളെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ കാണാനില്ല എന്ന് പറയുന്നത് കേട്ടു. നമുക്കിനിയും ഇതിൻ്റെ വ്യാപ്തി പൂർണ്ണതോതിൽ പുറത്തേക്ക് എത്തേണ്ടതുണ്ടെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പുത്തുമലയിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകി നമ്മൾ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായ പുത്തുമലയിൽ ഏകോപനം നടത്തിയ അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹദ് ആദ്യം മുതൽ തന്നെ അവിടെ നിന്ന ആളാണ്. അപ്പോൾ സഹദ് ഈ മേഖല കണ്ടതിന് ശേഷം പറയുകയാണ്, ഇത് പുത്തുമലയൊന്നുമല്ല, പുത്തുമലയേക്കാൾ ഇരട്ടി വ്യാപ്തിയിലുള്ള ദുരന്തമാണ് എന്ന് പറയുകയാണ്. അതിന് പ്രധാന കാരണം ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് മേഖലയാണ്, 10-400 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കതിന് കൃത്യമായ വിവരങ്ങൾ അറിയില്ല. അപ്പോൾ മരണമാറ് എന്നുള്ളത് 6 തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ സങ്കീർണമാകാൻ ഇടയുണ്ടെന്ന് തന്നെയാണ് ആ മേഖലയിലെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുക. SK ഒരു കാര്യം എന്തായാലും ഒരു വാർത്ത വരുന്നുണ്ട് ആഷ്മി. കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യും, താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആംബുലൻസ് ഉൾപ്പെടെയുള്ള ആവശ്യ സർവീസുകൾ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാർ പൂർണ്ണമായും ഇക്കാര്യത്തോട് സഹകരിക്കുക. കാരണം ആംബുലൻസും അങ്ങനെയുള്ള അത്യാവശ്യ സർവീസും കടത്തിവിടാൻ വേണ്ടിയാണ് താമരശ്ശേരി ചുരത്തിൽ ഇപ്പോൾ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഈ വിവരം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ പ്രഭാതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. 2 തവണ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, 6 പേർ മരിച്ചു എന്നാണ് വാർത്ത. അതിൽ 1 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു ഉൾപ്പെടുന്നു എന്നാണ് വാർത്ത. എന്നാൽ പ്രാദേശിക റിപ്പോർട്ടേഴ്സ് പറയുന്നത് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ചിത്രം കുറച്ചുകൂടി കൂടുതൽ അപകടകരമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. എന്നാൽ ഒരു അഭ്യർത്ഥന നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ പാലം ഒലിച്ചു പോയതുകൊണ്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല. ദൗത്യസേന അവിടേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ പോലും അത് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ കേട്ടുകേൾവി വെച്ച് മാത്രം വാർത്തകൾ വിടരുത്. കാരണം ജനങ്ങളെ കൂടുതൽ ആശങ്കയിൽ വീഴാൻ അനുവദിക്കരുതെന്നാണ് പറയുന്നത്.